ഹലോ, അപ്പോൾ നമുക്ക് ഇന്നൊരു പിൻട്രസ്റ്റ് വൈബിലുള്ളൊരു ഗ്രിഡ് ഉണ്ടാക്കാം. അധികം പൈസ ചിലവൊന്നുമില്ലാതെ ഒരു 100 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഈ ഗ്രിഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാംബൂ സ്റ്റിക്ക് വേണം, പിന്നെ ടേപ്പ്, കത്രിക. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിക്ക് എടുത്തിട്ട് സ്റ്റിക്കിൻ്റെ അറ്റത്തുള്ള കൂർത്ത ഭാഗമില്ലേ അത് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു അടിപൊളി അസ്തറ്റിക് ഡെസ്ക് മേക്കോർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഞാനിവിടെ കുറച്ചധികം സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിക്സ് തമ്മിൽ ജോയിൻ ചെയ്യണം. അതായത് 2 സ്റ്റിക്സ് തമ്മിൽ ജോയിൻ ചെയ്താലേ നമുക്ക് നീളത്തിലുള്ള ഒരു പീസ് കിട്ടുള്ളൂ. അതുകൊണ്ട് സെല്ലോ ടേപ്പ് എടുക്കുക, ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ 2 ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും പോകുന്ന ഒരു പീസ് നമുക്ക് കിട്ടും. ഇതേപോലത്തെ 14 പീസ് നമുക്ക് വേണം. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മൊത്തം 14 പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. 7 റോയും 7 കോളും ഉണ്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഒരു സ്റ്റിക്ക് ആദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 7 സ്റ്റിക്സ് ഇതേമാതിരി ഗ്ലൂ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതേപോലെ തന്നെ താഴേക്കും ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രിഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ചാംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലേ വെച്ചിട്ട് കുറച്ച് ചാംസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പെയിൻറ് ചെയ്തെടുത്താണ്, ആക്രിലിക് പെയിൻറ് ചെയ്തെടുത്താണ്. ഇനി ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള മിനി പ്രിൻ്റർ വെച്ചിട്ട് കുറച്ച് കോഡ്സൊക്കെ ഒന്ന് പ്രിൻ്റ് ചെയ്തിട്ട് ഇതേപോലെ ഐവറി ഷീറ്റിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ പിക്ചേഴ്സ് എടുത്തിട്ട് അതിൽ കളർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് കാർഡ്സ് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പ്രിൻ്റ് എടുക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഈ ഗ്രിഡ് സെറ്റാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഗ്രിഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഇവിടെയാണ് കേട്ടോ ഗ്രിഡ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഗ്രിഡ് വാളിൽ വെച്ചിട്ട് അതിൻ്റെ 4 കോർണേഴ്സ് ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് അതിൻ്റെ മേലിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഗ്രിഡ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഗ്രിഡിൻ്റെ ബാക്കിൽ ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ചെയ്ത ഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പോസ്റ്റ് കാർഡ്സ് അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ക്ലേ ചാംസും നമുക്ക് ഫിക്സ് ചെയ്യണം. പോസ്റ്റ് കാർഡ്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ചെറിയൊരു പിന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന് എന്ത് പേരാ പറയാന്നുള്ളത് ഞാൻ മറന്നുപോയി. ഇങ്ങനത്തെ ചെറിയ പിൻസ് ഉണ്ടെങ്കിൽ ഒരു ക്യൂട്ട് ലുക്ക് കിട്ടും. ഇനി കാർഡ്സ് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് വെച്ചിട്ട് അതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പോസ്റ്റ് കാർഡ് കംപ്ലീറ്റ് നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചാംസ് ഉണ്ടല്ലോ, ക്ലേ വെച്ചിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ചാംസ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടിയും ഉറപ്പിൽ ഇരിക്കാനായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ബാക്കിൽ ഫിക്സ് ചെയ്തിട്ട് ഒട്ടിച്ചാലും മതി. ഇത് ഞാൻ ചുമ്മാ പിൻട്രസ്റ്റിൽ കണ്ട ഒരു റെഫറൻസ് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ, ക്ലേ വെച്ചിട്ട്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളുടെ പിൻട്രസ്റ്റ് ഗ്രിഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു സംഭവം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നല്ല, ഫെയറി ലൈറ്റ് ആണ്. എൻ്റെ കയ്യിൽ ഒരു പഴയ ഫെയറി ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇതേപോലെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ചുറ്റി കൊടുത്തേക്കാം.
അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഗ്രിഡ് റെഡി ആയിട്ടുണ്ട്. സംഭവം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്തുകൊണ്ട് തന്നെ ഫൈനൽ ലുക്ക് കണ്ടപ്പോഴും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.